ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് കൊളംബസ്. തൻ്റെ ഒരു പായ്ക്കപ്പലിൽ അദ്ദേഹം കടൽ മുറിച്ച് കടന്ന് മരുഭൂമി പദം കൊണ്ടളന്ന് നമുക്കറിയപ്പെടാത്ത ഒരുപാട് രാജ്യങ്ങൾ കണ്ടെത്തുകയും നമ്മളെ പരിചയപ്പെടുത്തി തരികയും ചെയ്ത ഒരു മഹാത്മാവാണ് കൊളംബസ്. എൻ്റെ പുത്തഞ്ചേരിയിൽ ഒരു കൊളംബസ് ഉണ്ട്. പക്ഷേ കൊളംബസ് കുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുമാരൻ്റെ ജോലി ഈർച്ചപ്പണിക്കാരനാണ്. കാലത്ത് ഈർച്ചവാളും ചുമലിൽ വെച്ച് കുമാരൻ പുത്തഞ്ചേരി പുഴ മുറിച്ച് കടന്ന് അക്കരയ്ക്ക് എവിടേക്കോ ജോലിക്ക് പോകും. കുമാരൻ ഒറ്റയ്ക്കല്ല, തൊട്ടു മുമ്പിൽ കുമാരൻ്റെ ഗുരുനാഥൻ ഗോവിന്ദനുമുണ്ട്. ഗോവിന്ദൻ്റെ ഈർച്ചവാളും കുമാരൻ്റെ ഈർച്ചവാളും രണ്ടും വഹിക്കേണ്ടത് കുമാരനാണ്. ഈ പഴനിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരുടെ പുറകിൽ ശംഖ് വിളിച്ച് ചില കുട്ടികൾ പോവാറുണ്ട്, പുൽപ്പായയും ശംഖും തീർത്ഥക്കിണ്ടിയുമായിട്ട്. അതുപോലെ ഗോവിന്ദൻ്റെ ഈർച്ചവാളും മരം ഈർന്നു മുറിക്കാനുള്ള ഉപകരണങ്ങളും എല്ലാം കയ്യിലെടുത്ത് വെച്ച് ആണ് കുമാരൻ്റെ യാത്ര. കുമാരനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ജഡത്തിൻ്റെ മുഖമാണ് കുമാരന്. യാതൊരു വികാരവുമില്ല. കാലത്ത് ഗോവിന്ദൻ്റെ കൂടെ പോകുന്നു, താഴെ ഈ മരത്തിൻ്റെ കീഴെ ഇരുന്നിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കും. ജോലി ചെയ്യുന്നത് ഗോവിന്ദനാണ്. കുമാരനൊരു സങ്കല്പം മാത്രമാണ്. ഈ കുമാരന് കൊളംബസ് എന്ന് പേര് വരാനുള്ള കാരണം കുമാരൻ ദരിദ്രനായിരുന്നു. കുമാരന് 4 പെങ്ങന്മാരെ സമ്പാദിച്ചു കൊടുത്തുകൊണ്ട് കുമാരൻ്റെ അച്ഛൻ പുത്തഞ്ചേരി പുഴയിൽ ഒരു കർക്കിടക മാസക്കാലത്ത് ഒരു തോണി മറിഞ്ഞ് മുങ്ങി മരിച്ചു. 14 15 വയസ്സുള്ള കുമാരൻ്റെ ചുമലിലായി കുമാരൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം. ഭൂമിയിൽ കാലൂന്നാൻ സ്ഥലമില്ല, 2 സെൻറ്റ് സ്ഥലം പോലുമില്ല, ഒരു വീടില്ല. ഒരു പുറമ്പോക്ക് സ്ഥലത്ത് പനയോല കൊണ്ട് മറച്ചു വെച്ചൊരു വീട്ടിൽ കുമാരനും 4 പെങ്ങന്മാരും ഒരമ്മയും താമസിച്ചു. പക്ഷേ കുമാരൻ നിത്യം അക്കാലത്ത് 15 രൂപ സമ്പാദിക്കുമായിരുന്നു. കുമാരൻ്റെ ഏക വിനോദം, ഏക സാക്ഷാത്കാരം, കുമാരനാവുന്നത് പുത്തഞ്ചേരിയിൽ നിന്ന് 4 നാഴിക കിലോമീറ്റർ നടന്നാൽ കാണുന്ന ഒരു തിയേറ്ററുണ്ട്, ശോഭ ടാക്കീസ്. അവിടെ 40 പൈസ കൊടുത്താൽ ഏത് മനുഷ്യനും മണലിലിരുന്ന് സിനിമ കാണാം. MGR, MN നമ്പ്യാർ, പുലികൾ, സർപ്പങ്ങൾ തുടങ്ങിയ പ്രേംനസീർ വരെ കാണാം 60 പൈസയ്ക്ക്. കുമാരൻ എല്ലാ സിനിമയും കാണും. കുമാരനോളം സിനിമ കണ്ട ഒരാൾ ലൂമിയർ ബ്രദേഴ്സിൽ വരെ കണ്ടിട്ടില്ല. കുമാരൻ കണ്ട എത്ര സിനിമ കണ്ടുപിടിച്ച ഒരാളല്ലോ ലൂമിയർ ബ്രദേഴ്സ്. അവർ പോലും കുമാരൻ കണ്ട എത്ര സിനിമ കണ്ടിട്ടില്ല. കുമാരൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം പാട്ട് പുസ്തകം വാങ്ങുക എന്നുള്ളതാണ്. 15 പൈസ കൊടുത്താൽ ആ സിനിമയുടെ പാട്ട് പുസ്തകം കിട്ടും. കുമാരൻ എല്ലാ പാട്ടും പാടും, എല്ലാം ഒരു ട്യൂണിലായിരിക്കുന്നേ ഉള്ളൂ. കായാമ്പൂ കണ്ണിൽ വിടരും എന്നുള്ള പാട്ടും കസ്തൂരി തൈലമിട്ട് മുടിമിനുക്കി എന്നുള്ളതും ഓമലാളെ കണ്ടു ഞാൻ കുമാരൻ ഒറ്റ ട്യൂണാണ്. കുമാരന് വിവിധ രാഗങ്ങളില്ല, 72 മേളകർത്താ രാഗങ്ങളില്ല, അതിൻ്റെ കൂടാനുകൂടി ജന്യങ്ങളില്ല. കുമാരൻ ഒറ്റ ട്യൂണാണ്, അത് കുമാരൻ്റെ ട്യൂണാണ്. ഈ കുമാരൻ എനിക്ക് ഒരു സഹായം ചെയ്യുമായിരുന്നു. ഈ പാട്ട് പുസ്തകം വാങ്ങി അക്ഷരം വായിക്കാൻ കുമാരൻ അറിയാത്തതുകൊണ്ട് പാട്ട് നോക്കി പാടാൻ പറ്റില്ല കുമാരന്. അപ്പോൾ ഈ പാട്ട് പുസ്തകം ഒരു 3-4 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുമാരൻ എനിക്ക് പഴയ തരും. സെക്കൻഡ് ഹാൻഡ് റേറ്റിനാണ്. ഞാനത് 10 പൈസയ്ക്ക് കുമാരനോട് വാങ്ങും. എന്നിട്ട് ആണ് ഞാൻ പാട്ട് പഠിക്കുക. കുമാരൻ ആദ്യമായിട്ട് എനിക്ക് തന്ന പുസ്തകത്തിലുള്ള പാട്ടായിരുന്നു ദേവരാജൻ മാഷ് ഈണം കൊടുത്ത് വയലാറിൻ്റെ വരികൾക്ക് ദാസേട്ടൻ്റെ നിലാവ് പോലത്തെ ശബ്ദം കൊണ്ട് പൊതിഞ്ഞ പാട്ട്. പനിനീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരും നൊരഴകേ നനയുന്നത് കഞ്ചുകമോ സഖി
നിന്നെ പൊതിയും യൗവനമോ പനിനീർമഴ പൂമഴ തേന്മഴ. മഴയുടെ ഒരു മുഖമാണ് വയലാർ ആ പാട്ടിൽ നമുക്ക് ഇതള് വിടർത്തി തന്നത്. ഈ പാട്ട് കേട്ടപ്പോൾ, ഇതിൻ്റെ ചരണം കേട്ടപ്പോൾ ഞാൻ മറ്റൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. കാരണം ചരണം തുടങ്ങുന്ന വയലാർ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക സ്പർശം കൊണ്ട് ഈ മഴ എങ്ങോട്ട് പോകുന്നു എന്നാണ്. കൺപീലികളിൽ തങ്ങി, കണ്ണൻ്റെ പീലിയിലാണ് ആദ്യത്തെ മഴത്തുള്ളി വീണത്. കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി, മാറിൽ പൊട്ടിപ്പടർന്നു ചിതറി, മൃദുരോമങ്ങളിലിടറി, പൊക്കിൽ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി. പണ്ട് ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി, സുന്ദരിയാക്കി, പനിനീർമഴ പൂമഴ തേന്മഴ. ഈ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ കാളിദാസനെ ഓർക്കുന്നത്. കുമാരസംഭവത്തിൽ ഒരു സർഗത്തിൽ കാളിദാസൻ ഈ പനിനീർ മഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കാരണം ഉമ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പാർവതി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. മകളെ അരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തരുത്? നീ ശിവനെ തപസ് ചെയ്യാൻ പോകാൻ പാടില്ല. കൈലാസത്തിൻ്റെ ഏതോ ഒരു താഴ്വരയിൽ വെച്ച് പാർവതി മാനസ സരോവരത്തിൽ കുളിക്കാൻ ചെന്നപ്പം ഒരു ഇടിമിന്നൽ പോലെ പരമേശ്വര പ്രഭുവിനെ കാണാണ്. കണ്ടപ്പോൾ പ്രഥമാനുരാഗം, പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനായി എന്ന് പറഞ്ഞ മാതിരി പ്രഥമ ദൃഷ്ട്യ അനുരാഗ വിവശയായി പാർവതി. അങ്ങനെ പാർവതിക്ക് ഭ്രമമായി. അന്ന് മൊബൈലൊന്നുമില്ലല്ലോ കൈലാസത്തിലേക്ക് വിളിക്കാൻ, വെബ്സൈറ്റ് ചാറ്റിങ്ങും ഇല്ല. ഭൂർജവൃക്ഷത്തിൻ്റെ ഇലയിൽ നാരായം കൊണ്ട് എഴുതി അയക്കണം ലേഖനം. പ്രണയലേഖനം എങ്ങനെ എഴുതും? ഒരു മുനികുമാരികയല്ലോ എന്ന് വയലാർ ശങ്കിച്ചിട്ടുണ്ട്. അങ്ങനെ പാർവതി ശിവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. കണ്ടു, പ്രണയം അഭ്യർത്ഥിച്ചു. ശിവൻ നിഷ്കരുണം നിരസിച്ചു. ഇഷ്ടമല്ല എനിക്ക് തന്നെ എന്ന് തന്നെ നിർദാക്ഷിണ്യം ശിവൻ പറയും. എന്നാൽ താങ്കളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ശാഠ്യം ഇവിടെയും തുടങ്ങി. പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്നാണല്ലോ ശാസ്ത്രം. അങ്ങനെ അന്വേഷിച്ചു, പ്രണയമായി. തപസ് തുടങ്ങി. പഞ്ചാഗ്നി മധ്യത്തിലാണ്, 4 ഭാഗത്തും തീയും മുകളിൽ ജ്വലിച്ചിരിക്കുന്ന സൂര്യനും. ഈ തപസ്സിൻ്റെ ഒരു മൂർധന്യതയിൽ തപസ്സിന് ഇറങ്ങാണ് വീട്ടിൽ നിന്ന് അമ്മയോട് അനുഗ്രഹം വാങ്ങി, അച്ഛനോട് അനുഗ്രഹം വാങ്ങി, പഞ്ചാഗ്നി മധ്യത്തിലേക്ക് കൈലാസ സാനുവിലേക്ക് പോകുന്ന പാർവതിയോട് അച്ഛൻ വിളിച്ചു, ഉമാ മകളെ അരുത്, മകളെ അരുത്. അതാണ് പിന്നീട് പര്യായമായത്. പക്ഷേ മകൾ അച്ഛൻ്റെ ആ പിൻവിളിക്ക് കാതോർത്തില്ല. തപസ് ചെയ്തു. വർഷങ്ങളോളം തപസ് ചെയ്തപ്പോൾ ശിവൻ ഒരു വൃദ്ധ ബ്രാഹ്മണനായിട്ട് വേഷം മാറിയിട്ട് പാർവതിയെ കാണാൻ വരുന്നു. എന്നിട്ട് ശിവനെക്കുറിച്ച് ഇൻ്റർനാഷണൽ പാര പറഞ്ഞു കൊടുക്കുകയാണ്. ശിവൻ ശ്മശാനത്തിലെ ഭസ്മമാണ് ധരിക്കുക. ശിവൻ്റെ വാഹനം യമഹയല്ല, അത് കാളയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ രുദ്രാക്ഷമല്ല, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ സർപ്പമാണ്. അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ വേറൊരു പെൺകുട്ടി ഒളിച്ചിരിപ്പുണ്ട്, ഗംഗ. സപത്നിയായിട്ട് ജീവിക്കേണ്ടി വരും. എല്ലാം പറഞ്ഞപ്പോൾ എനിക്കത് മതി, എനിക്ക് കുഴപ്പമില്ല. ചുടലയിലാണ് താമസം, ആയിക്കോട്ടെ, ഞാൻ താമസിച്ചോളാം. ഈ ശാഠ്യത്തിൻ്റെ മൂർധന്യതയിൽ പാർവതി വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ അവൾ വാടിയിരിക്കുന്നു താമരത്തണ്ട് പോലെ. ശിവനെ തോന്നി, ഇനി ഇവളുടെ അടുത്ത് നടക്കില്ല. പ്രണയം മറ്റെന്തിനെ ഗൗനിക്കേണ്ടു എന്ന് വിജയലക്ഷ്മി ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നിനെയും ഗൗനിക്കാതെ പ്രണയം പാർവതിയുടെ പക്ഷത്തേക്ക് ഭാരം കൂടുകയും ശിവൻ്റെ തുലാസിൻ്റെ തട്ട് ഉയരുകയും ചെയ്തു. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു വെച്ചാൽ
ഒരു മഴ പെയ്ച്ചു. ഒരു മഴ. ഇവിടെ ഈ 5 അഗ്നിയുടെ ചൂടിൻ്റെ നടുക്കിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ തണുപ്പിക്കണം, മനസ്സ് തണുപ്പിക്കണം, ശരീരം തണുക്കണം. അതിന് മൂർധാവിൽ ഇപ്പോൾ ഭ്രാന്ത് ഉള്ള രോഗികൾക്കൊക്കെ നമ്മൾ ചികിത്സക്കാർ അഷ്ടാംഗ ഹൃദയപ്രകാരമൊക്കെ സാരസ്വതാരിഷ്ടം കഴിക്കാൻ കൊടുക്കും. മാനസമിത്ര വടകം മൂർധാവിലിടും. തണുക്കാനാണ് ശരീരം, എല്ലാ നാഡീവ്യൂഹങ്ങളും തണുക്കാൻ, തന്മൂലം മനസ്സ് തണുക്കാൻ. അതാണ് ചികിത്സാശാസ്ത്രം. അതുപോലെ ഒരു മഴ കൊണ്ട് ശിവൻ പാർവതിയെ തണുപ്പിക്കുകയാണ്. പ്രഥമ ഉദക ബിന്ദവഹ എന്നാണ് കാളിദാസൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ആദ്യത്തെ ഉദക ബിന്ദവഹ, വെള്ളത്തുള്ളി. ഈ മഴയിലെ ആദ്യത്തെ വെള്ളത്തുള്ളി സ്ഥിതാക്ഷണം പക്ഷ്മസുതാടിതാധര പയോധരോത്സേധ നിവാദചൂർണിത വലീഷു തസ്യാ സ്ഖലിതാ പ്രഭേദിരേ ചിരേണ നാഭിം പ്രഥമ ഉദക ബിന്ദവഹ. ആദ്യത്തെ വെള്ളത്തുള്ളി സ്ഥിതാക്ഷണം, പക്ഷ്മം കൺപീലി, പക്ഷ്മം കൺപീലിയാണ്. അവിടുന്ന് സുതാടിതാധര, വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക്. മഴ വീണ്ടും കോരിച്ചൊരിഞ്ഞ് ഹിമാലയ ശൃംഗത്തിന് പെയ്യാൻ തുടങ്ങി. അത് പയോധരോത്സേധ നിപാത ചൂർണിത, പയോധരത്തിലേക്ക്, പാല് ധരിക്കുന്ന, അതായത് മുലകളിലേക്ക് വീഴുകയും അവിടുന്ന് ചിരേണ, പതുക്കെ ക്രമേണ, നാഭിയിലേക്ക് വീഴുകയും അവിടെ ഒരു തടാകമാകുകയും ചെയ്യും. ഈ ചിത്രമാണ് വയലാർ എനിക്ക് കൊളംബസ് കുമാരൻ കൊണ്ടുതന്ന പാട്ടുപുസ്തകത്തിലെ ആദ്യത്തെ പാട്ട്, ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിലെ പാട്ട്. ആ കവിത കാളിദാസ സ്വാധീനം കൊണ്ട് വയലാർ ആ കവിത പരിഭാഷപ്പെടുത്തുകയല്ല, തൻ്റേതായൊരു ഒരു വെളിച്ചം, ഒരു ടോർച്ച് കാളിദാസ കൃതിയിലേക്ക് അടിക്കുകയായിരുന്നു. പനിനീർമഴ, പൂമഴ, തേന്മഴ, മഴയുടെ വിശേഷണമായി. അത് കാളിദാസൻ്റേതില്ല, ഇത് വയലാറിൻ്റെ മഴകളാണ്. പനിനീരിൻ്റെ മഴയും പൂമഴയും തേന്മഴയും. വയലാർ മാത്രം മലയാള ചലച്ചിത്ര ഗാനത്തിലേക്ക് പെയ്ത മഴയാണ്, വേറെ ആരും ആ മഴ പെയ്തിട്ടില്ല. നമുക്ക് ഇനി അങ്ങനെ ഒരു മേഘത്തെ ഘനീഭവിപ്പിക്കാനും പറ്റില്ല. മഴയിൽ കുതിരുന്നൊരഴകേ, ആ മഴയിൽ കുതിർക്കുന്ന അഴകാണ്. നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. ജയഭാരതിയാണ് നായിക, പ്രേം നസീറാണ് നായകൻ. നസീർ സാർ ചോദിക്കുകയാണ്, ഈ പനിനീർ മഴ കൊണ്ടും പൂമഴ കൊണ്ടും തേന്മഴ കൊണ്ടും നീ നനയുന്നത് നീയാണോ, നിൻ്റെ സൗന്ദര്യമാണോ? കഞ്ചുകത്തിൽ പൊതിയുന്ന, മാർക്കച്ച മുറുകുന്ന, നനയ്ക്കുന്ന നിൻ്റെ യൗവനമാണ് എന്നതിനെ കയ്യൊപ്പെടുന്നുണ്ട്. പണ്ട് ശ്രീപാർവതിയെപ്പോലെ നിന്നെയും സുന്ദരിയാക്കി. മരണത്തെക്കുറിച്ച് നമുക്ക് ഭയമാണ്. മരണത്തെക്കുറിച്ച് പ്രണയിച്ചവരും മോഹിച്ചവരും ഉണ്ട്. മരണം കടമായിട്ട് വരുന്നവരുമുണ്ട്. ഇപ്പോൾ നമുക്ക് പത്രം എടുത്ത് നോക്കിയാൽ കാണാം, കാർഷിക കടം മൂലം കർഷകൻ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ കാലത്ത് പത്രം വായിക്കുമ്പോൾ എനിക്ക് വളരെ ഫലിതം തോന്നിയൊരു സംഭവം ഉണ്ടായി. പത്രത്തിൻ്റെ തലക്കെട്ട്, വാർത്തയുടെ തലക്കെട്ട്, ലോറി ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചു എന്നാണ്. ലോറി ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാവോ ഈശ്വര ഈ മധ്യവയസ്കൻ? കൊടുങ്ങല്ലൂർ, ഇവിടെ കാട്ടിൽപ്പറമ്പിൽ അച്യുതൻകുട്ടി, 42 വയസ്സ്, ലോറി ഇടിച്ച് മരിച്ചു. അപ്പോൾ 42 വയസ്സുള്ളവനെ മധ്യവയസ്കനാക്കുന്ന കാലമാണത്. പണ്ട് ഒരു പുരുഷായുസ് ഒരു പിടി നീർപ്പോളകൾ പൊലിയും വരെ എന്നാണ് ശാസ്ത്രം. 120 വയസ്സാണ്. അത് കുറച്ചു തുടങ്ങി. ആരാണ് കുറയ്ക്കുന്ന ആയുസ്? പത്രമാണോ ദൈവമാണോ എന്നുള്ള സന്ദേഹമുണ്ട് എനിക്ക്. മധ്യവയസ്കൻ ലോറി ഇടിച്ച് മരിച്ചു 42 വയസ്സിൽ. അപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം എനിക്ക് 42 വയസ്സാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കണം, എനിക്ക് പ്രായം വളരെ കുറവാണ്. ഞാൻ മധ്യവയസ്കനാവാൻ ഇനിയും കുറേ കാലം എടുക്കും. അപ്പം മരണം പ്രണയമാക്കിയവരും പ്രണയം മരണമാക്കിയവരും ഉണ്ട്. ചങ്ങമ്പുഴ, എടപ്പള്ളി രാഘവൻപിള്ള
തുടങ്ങി. പക്ഷേ മരിക്കുമോ എന്ന് സന്ദേഹിച്ച് പുനർജന്മത്തിന് വേണ്ടി ബെഗ് ചെയ്ത, യാചിച്ച ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, സ്വർണ്ണമരാളമുണ്ടോ, വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ എന്ന് സന്ദേഹിക്കുന്നു വയലാർ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. അപേക്ഷയാണ്. ഈ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന വെച്ചാൽ ആകാശത്തിലെ ചന്ദ്രനാവുന്ന കളഭം തൊടുന്ന ഇന്ദ്രധനുസിൻ്റെ തൂവൽ പൊഴിയാണ്. ഇന്ദ്രധനുസ് മഴവില്ല്, മഴവില്ലിൻ്റെ തൂവൽ പൊഴിയുന്ന ചന്ദ്രൻ്റെ കളഭം ചാർത്തുന്ന ഈ തീരത്ത് എനിക്ക് ഇനിയും ഒരു ജന്മം തരുമോ? നമ്മളൊക്കെ കൊടുക്കും. നമ്മളൊക്കെ ഈശ്വരനായിരുന്നെങ്കിൽ, ഞാൻ ഈശ്വരനായിരുന്നെങ്കിൽ വയലാറിന് ഇനിയും ജന്മ പരമ്പര കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മളെ വിസ അപേക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കേവല മനുഷ്യർക്ക് ആരാധിക്കാനും മോഹിക്കാനും വിളക്ക് കത്തിക്കാനും ആ കാൽക്കൽ നമസ്കരിക്കാനും അല്ലാതെ നമുക്കൊന്നും പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കൊതി തീരാത്തതായിരുന്നു, പ്രണയമായാലും ഭക്തിയായാലും. ഗോപാംഗനകൾ തൻ, ഭഗവാനോട് പറയണം, ഗോപാംഗനകൾ തൻ ഹേമാംഗരാഗങ്ങൾ ആപാദചൂടമണിഞ്ഞാലും നിന്റെ വൃന്ദാവന പൂച്ചൂടിയാലേ കണ്ണനു നിർവൃതിയാകൂ, കണ്ണനു നിർവൃതിയാകൂ. ഗോപാംഗനയുടെ, വൃന്ദാവനത്തിലെ രാധയുടെ, അവളുടെ ഹേമാംഗരാഗങ്ങൾ, കുറിക്കൂട്ടുകൾ, സ്വർണത്തിൻ്റെ നിറമുള്ള കുറിക്കൂട്ടുകൾ അണിഞ്ഞാലും ആപാദചൂടമണിഞ്ഞാലും, പാദം മുതൽ മുടി വരെ, ആ പാദചൂടം പാദം മുതൽ മുടി വരെ രാധയുടെ ഹേമാംഗരാഗങ്ങൾ, സ്വർണ്ണവർണ്ണമുള്ള കുറിക്കൂട്ടുകൾ അണിഞ്ഞാലും നിന്റെ വൃന്ദാവന പൂച്ചൂടിയാലേ, അവൾ കൊടുക്കുന്ന ഒരു വൃന്ദാവനത്തിലെ പൂ ചൂടിയാലേ കണ്ണന് നിർവൃതിയാകൂ, കണ്ണന് നിർവൃതിയാകൂ. കാളിന്തി കാളിന്തി കണ്ണൻ്റെ പ്രിയ സഖി കാളിന്തി, രാസവിലാസവതി രാഗിണി, രാധയെ പോലെ നീ ഭാഗ്യവതി. അതാണ് അലങ്കാരം. രാധ ഭാഗ്യവതി ആണെന്ന് പറയാൻ, അല്ല കാളിന്തി ഭാഗ്യവതിയാണെന്ന് പറയാൻ, രാധയെപ്പോലെ നീ ഭാഗ്യവതിയാണ്. ഇപ്പോൾ രണ്ടാളെ ഒരു വെടിക്ക് രണ്ട് പക്ഷി ജനിച്ചു, മരിച്ചതല്ല. ആ സൂത്രമാണ് എഴുത്തിൻ്റെ തന്ത്രം, പാട്ടെഴുത്തിൻ്റെ തന്ത്രം, കവിതയുടെ തന്ത്രം. പൂജാസമയത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാലും, പൂജാസമയത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാലും നിന്നലർ കൈകളിൽ വീണമർന്നാലേ കണ്ണന് നിർവൃതിയാകൂ, കണ്ണന് നിർവൃതിയാകൂ. കളഭാഭിഷേകമാടിയാലും നവകാഭിഷേകമാടിയാലും കദളിപ്പഴത്തിൻ്റെ കുമ്പാരം കൊണ്ട് കോടികൾ തുലാഭാരം തൂക്കിയാലും
മേൽശാന്തി അവസാനം തൃപ്പുക വായിച്ചാലും രാധേ നിൻ്റെ കൈകളിൽ, അല്ലെങ്കിൽ കാളിന്തി നിൻ്റെ കൈകളിൽ വീണമർന്നാലേ, അവിടെയാണ് പ്രണയം സംഭോഗ ശൃംഗാരത്തിലേക്ക് പോകുന്നത്, കണ്ണന് നിർവൃതിയാകുള്ളൂ. എന്നിട്ട് വീണ്ടും പറയുന്നു, കാളിന്തി കാളിന്തി കണ്ണൻ്റെ പ്രിയ സഖി കാളിന്തി, രാസവിലാസവതി രാഗിണി, രാധയെപ്പോലെ നീ ഭാഗ്യവതി. കാളിന്തിയെപ്പോലെ, നിലാവ് വീണ് കിടക്കുന്ന കാളിന്തിയെപ്പോലെ നമ്മുടെ മനസ്സിൽ വയലാറിൻ്റെ പാട്ടുകൾ തരംഗിലമായി കിടക്കുകയാണ്. പാട്ടിൻ്റെ പൂവരങ്ങിലൂടെ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച സഞ്ചരിച്ചു പോകാം.